കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ INTUC നേതാവ് R ചന്ദ്രശേഖരനെതിരെയും മുൻ MD K രതീഷിനെതിരെയും പ്രോസിക്യൂഷൻ നടപടികൾ വേണ്ടെന്ന് സർക്കാർ. ഇരുവർക്കും അഴിമതി നിരോധന നിയമപ്രകാരം കുറ്റം ചുമത്താൻ CBI അനുമതി തേടിയിരുന്നു. പ്രോസിക്യൂഷൻ അനുമതി നൽകാനാകില്ലെന്ന് കാണിച്ച് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കിയിരിക്കുകയാണ്. ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബിനിൽ, ഇപ്പോൾ എങ്ങനെയാണ് സർക്കാർ നടപടി? കോർപ്പറേഷൻ അഴിമതി കേസിൽ INTUC നേതാവ് R ചന്ദ്രശേഖരനെ രക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്. ഇത് മൂന്നാം തവണയാണ് CBIയുടെ കുറ്റപത്രത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം R ചന്ദ്രശേഖരനെയും കശുവണ്ടി വികസന കോർപ്പറേഷന്റെ മുൻ MD ആയിട്ടുള്ള K രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല, അതിന് അനുമതി നൽകാൻ കഴിയില്ല എന്ന തീരുമാനം വ്യവസായ വകുപ്പ് എടുക്കുന്നത്. ഇപ്പോൾ ഈ ഉത്തരവിറക്കിയിരിക്കുന്നതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ 2 തവണ ഇത് കോടതി പരിശോധിച്ചിരുന്നതാണ്. ഈ അനുമതി നൽകാത്തത് പുനഃപരിശോധിക്കാൻ തയ്യാറാണ് എന്ന് ഹൈക്കോടതിയിൽ ഉറപ്പ് നൽകിയ ശേഷമാണ് ഇപ്പോൾ വീണ്ടും അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അഴിമതി നിരോധന നിയമപ്രകാരമുള്ള പ്രോസിക്യൂഷനാണ് CBI അനുമതി തേടിയിരുന്നത്. മറ്റ് കുറ്റകൃത്യങ്ങളിൽ സർക്കാരിന്റെ അനുമതി CBIക്ക് ആവശ്യമില്ല. ആ കുറ്റങ്ങൾ ചുമത്തി കുറ്റപത്രം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതോടൊപ്പം അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റം കൂടി ചുമത്തി അതിലുള്ള വിചാരണ നടപടികൾ കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ INTUC നേതാവ് R ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ അങ്ങനെ അനുമതി നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് ഈ സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് തുടർച്ചയായി 3ാം തവണ സർക്കാർ ഈ അനുമതി നിഷേധിക്കുന്നുവെന്ന പ്രത്യേകത കൂടിയുണ്ട്. R ചന്ദ്രശേഖരന്റെ കാര്യത്തിലാണെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പല നിലപാടുകളോടും ഒരു പ്രതിപക്ഷ തൊഴിലാളി സംഘടനയാണെങ്കിൽ പോലും INTUC നേതാവ് R ചന്ദ്രശേഖരൻ ചേർന്ന് പോകുന്നു എന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ R ചന്ദ്രശേഖരനെ രക്ഷിക്കുന്ന ഒരു നിലപാടാണ് കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ സർക്കാർ തുടർച്ചയായി ചെയ്തിരിക്കുന്നത്. ശരി, കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ ഇപ്പോൾ സർക്കാർ വീണ്ടും R ചന്ദ്രശേഖരനെ സംരക്ഷിക്കുന്ന ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ്. അതിന്റെ വിശദാംശങ്ങളാണ് ബിനിൽ നൽകിയത്.